ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 222. പൗലോസും കൂട്ടരും കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട ശേഷം രക്ഷപ്പെട്ടത് മെലിത്ത അഥവാ മാൾട്ട ദ്വീപിൽ കയറിയാണ്. ആ വാക്കിൻ്റെ അർത്ഥം സങ്കേതസ്ഥാനം എന്നാണ്. സിസിലി ദ്വീപിന് 90 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന മെലിത്ത BC 1000 ഫിനീഷ്യക്കാർ സ്ഥാപിച്ച ഒരു കോളനിയായിരുന്നു. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് കർത്തജനിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറി. റോമാക്കാർ അത് കാർത്തേജിൽ നിന്നും BC 218 പിടിച്ചെടുത്തു. എങ്കിലും കാർത്തജനിയൻ ഭാഷ മെലിത്തയിൽ സംസാരിച്ചിരുന്നു. ഗ്രീക്കല്ലാത്ത ഈ ഭാഷ അവർ സംസാരിച്ചതാണ് അവരെ ബർബർമാർ എന്ന് വിളിക്കുവാൻ ലൂക്കോസിനെ പ്രേരിപ്പിച്ചത്. ഈ മെലിത്ത കടൽ കൊള്ളക്കാരുടെ ശീതകാല താവളമായിരുന്നു. എന്നാൽ താമസിയാതെ പോംപി അവരെ അവിടെ നിന്നും ഓടിച്ചു കളഞ്ഞു. മെലിത്തയിലെ മുഖ്യ തുറമുഖം വാലറ്റ എന്നതായിരുന്നു. ഒരു കപ്പൽ തിരയിൽപ്പെട്ട് തകരുന്നതും യാത്രക്കാർ നീന്തി തുടിച്ച് കരയിലേക്ക് വരുന്നതും കണ്ട് അവിടുത്തെ നാട്ടുകാർ ഈ കടൽത്തീരത്ത് ഓടിക്കൂടി. ആളുകൾ രക്ഷപ്പെടുന്നത് സന്തോഷപൂർവ്വം അവർ കാണുകയും മഴയും ശൈത്യവും കാരണം വിറച്ചു നിന്ന ആ ഹതഭാഗ്യർക്കു വേണ്ടി അവർ വലിയ ഒരു തീ കൂട്ടി അവരെ സഹായിക്കുകയും ചെയ്തു. അതെ, പൗലോസിനും കൂടെ ഉള്ളവർക്കും ഈ പേര്, അതായത് സങ്കേതസ്ഥാനം എന്നർത്ഥം വരുന്ന ഈ പേര് ഒരു അനർത്ഥമായി തന്നെ തീർന്നു. അവിടെ താമസിച്ചിരുന്ന ആദിവാസികളെയാണ് ഇവിടെ ബർബരന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ അപരിഷ്കൃതന്മാരായ കാട്ടുജാതിക്കാർ എന്ന അർത്ഥത്തിലല്ല ഈ വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത എല്ലാവരും ബർബരന്മാരാണ്. അസ്പഷ്ടമായ ഭാഷ സംസാരിക്കുന്നവർ എന്ന അർത്ഥമാണ് ബർബരൻ എന്ന വാക്കിന് ഇവർ നൽകി വന്ന അർത്ഥം. ആ ദ്വീപിലെ ആദിവാസികൾ അസാധാരണമായി ദയവുള്ളവരായിരുന്നതിനാൽ പൗലോസിനെയും കൂടെയുള്ളവരെയും മഴയും തണുപ്പും നിമിത്തം തീ കൂട്ടി സ്വീകരിച്ചു. അത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രോത്സാഹനജനകമായിരുന്നു. തീ പെട്ടെന്ന് കെട്ടുപോകാതിരിക്കാൻ പൗലോസ് കുറേ വിറക് പിറക്കി ഈ തീയിലേക്കിട്ടപ്പോൾ പെട്ടെന്നൊരു അണലി പൗലോസിൻ്റെ കൈമേൽ കടിച്ചു തൂങ്ങി. ഇത് കണ്ടപ്പോൾ ആ ദ്വീപവാസികൾ വിചാരിച്ചത് പൗലോസ് ഒരു കൊലപാതകനായിരിക്കാം എന്നാണ്. പാമ്പ് കടിയേറ്റ പൗലോസ് പെട്ടെന്ന് ചത്തു വീഴുമെന്ന് പ്രതീക്ഷിച്ച് അവർ കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഒരു ദേവനായിരിക്കാം എന്ന് അവർ വിചാരിച്ചു. എന്നാൽ പൗലോസ് ഒരു ദേവനല്ലായിരുന്നുവെങ്കിലും അവർക്ക് അവനൊരു ദൈവദൂതൻ തന്നെയായി മാറി. അവിടെ അനേകം രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം പൗലോസിനെ പ്രാപ്തനാക്കി. ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പബ്ലിയോസ് എന്ന ഒരു ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഇവരെ 3 ദിവസം പൗലോസിനെയും കൂടെയുള്ളവരെയും ആദരവോടെ അതിസൽക്കാരം ചെയ്ത് അവർക്ക് വേണ്ടുന്നൊക്കെയും ആമെ നൽകുകയുണ്ടായി. പബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് പൗലോസിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം ഇവർക്ക് നൽകി ഇങ്ങനെ മാനിച്ചു. ഇങ്ങനെ പൗലോസും ലൂക്കോസും അരിസ്തർഹോസും ഇവിടുത്തെ ദ്വീപവാസികൾക്ക് വളരെ പ്രിയങ്കരായി തീർന്നു. അവർ പൗലോസിനും മറ്റും ഏറിയ സമ്മാനങ്ങൾ പിന്നെയും നൽകി മാനിക്കുകയുണ്ടായി എന്നുള്ളത് നാം വായിക്കുന്നു. ഇങ്ങനെ ഈ 3 മാസത്തിനിടയിൽ എത്ര പേരെ അവർ യേശുക്രിസ്തുവിലേക്കുള്ള മനസാന്തരത്തിൽ കൊണ്ടുവന്നെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. എന്നാൽ പബ്ലിയോസ് ഈ നവീന മാർഗം സ്വീകരിക്കുകയും മെലിത്തയിലെ ബിഷപ്പായി പിന്നീട് മാറുകയും ചെയ്തുവെന്ന് പാരമ്പര്യം പറയുന്നു. ഇങ്ങനെ ശീതകാലം തീരുന്നതുവരെ ഏകദേശം 3 മാസം മുഴുവൻ പൗലോസും കൂടെയുള്ളവരും ആ ദ്വീപിൽ താമസിച്ചിട്ടും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മാത്രമല്ല, അവിടെ നിന്നും യാത്ര തിരിച്ചപ്പോൾ അവർക്ക് ധാരാളം സമ്മാനം പിന്നെയും നൽകി ദ്വീപവാസികൾ അവരെ ആദരവോടെ യാത്രയാക്കി. മെലിത്തയുടെ വാലറ്റ തുറമുഖത്ത് മറ്റൊരു അലക്സാണ്ട്രിയൻ കപ്പൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്നു. അശ്വനി ചിഹ്നമുള്ള ഒരു കപ്പൽ. ഈ പറഞ്ഞതിൻ്റെ സാരം പുരാതന ഗ്രീക്ക് ദേവനായ സിയൂസിൻ്റെ ഇരട്ട മക്കളായ കാസ്റ്റർ, പോളക്സ് എന്നിവരുടെ രൂപം കൊത്തിയിരുന്ന കപ്പൽ എന്നാണ്. ആവികരുടെ പരദേവതയായി ഈ ദേവന്മാരെ അവർ കരുതി ആരാധിച്ചു വന്നിരുന്നു. തുടർന്ന് അർദ്ധഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.